വണക്കം, ദിസ് സ്റ്റാഫ് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിലെ ഫ്രണ്ടിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ സിറ്റി ടൂറിന് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാഫിക്. അങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ബുഫറ്റ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് സിറ്റി ടൂറിന് പോവാണ്. മഴയുണ്ട്. ഇത് മിസ്റ്റർ റാമാണ് നമ്മളിന്ന് സിറ്റി ടൂർ റൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഈസ് ഫ്രം മലൈ. പുള്ളിക്കാരൻ്റെ വൈഫ് ഫ്രം തൃശ്ശൂർ. ഒരു കേരള മലൈ കൊളാബറേഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെറിയ മഴയുണ്ട് പുറത്ത്. ഇൻ്റർമീഡിയറ്റ് മഴയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ മഴ മാറും. നമ്മൾ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് മഴ മാറിയില്ല, വീണ്ടും മഴയാണ്. എന്നാലും നമുക്ക് സിറ്റി ടൂറൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ വന്നത് ആത്മാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇതൊരു ബാത്തിക് പ്രിൻറ്റിങ് സ്ഥലമാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പം മിക്ക സ്ഥലങ്ങളും ഔട്ട്ഡോറിലായതുകൊണ്ട് നമ്മൾ നനയും. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഈ ബാത്തിക് പ്രിൻറ്റിങ്ങിൻ്റെ ആത്മാലം എന്നുള്ള ഈ ബാത്ത് പ്രിൻറ്റിങ് സ്ഥലത്ത് വന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ കേരളത്തിലുള്ള കൈത്തറിയൊക്കെ പോലെയാണ് ഈ ആത്മാലം. അവരുടെ ബാത്തിക് ട്രഡീഷണൽ ഒരു ബാത്തിക് പ്രിൻറ്റിങ് വില്ലേജാണ്. ക്ലോത്ത്സൊക്കെ വേണമെങ്കിലും മേടിക്കാം. അങ്ങനെയുള്ള ചെറിയൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതാകുമ്പം റൂഫ്ഡാണ്, മഴ നനയില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. ഇവിടെ എല്ലാം ഉണ്ട്, ഡ്രസ്സ്, ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഓക്കെ, ഇവിടെ നിന്നിങ്ങനെ കറങ്ങി എല്ലാം കണ്ട് വരാം കേട്ടോ. അപ്പോൾ അതാണ് ബാത്തിക്, ഈ ഒരു ആത്മാലം എന്ന് പറഞ്ഞ ബാത്തിക് പ്രിൻറ്റിങ് വില്ലേജ് എന്നാണ് പറയുന്നത്. ടോപ്പ്, അതായത് ലേഡീസിൻ്റെ ടോപ്പ്, സാരി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്കൊന്ന് വരാം. അതേപോലെ പേളിൻ്റെ ജുവൽസ്, ഇവിടെ എല്ലാം ജുവൽസ് ആണ്. പിന്നെ ആണുങ്ങൾക്ക് ഷർട്ട്, ഇവിടെയൊക്കെ ജ്വല്ലറി ആണ് കേട്ടോ. ഇതൊരു വലിയ ഷോപ്പാട്ടോ. ഇത് ജെൻസിൻ്റെ ഷർട്ടും പാൻസും ഒക്കെയാണ്. പിന്നെ സാരി, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ ഫുൾ പെയിൻറ്റിങ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്, വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്നത്. നോക്കി, ഇതൊക്കെ എന്ത് രസമാണ്. 1500 റിംഗറ്റാണ് കേട്ടോ ഈ ഒരു വലിയതിന് വരുന്നത്. നല്ല പെയിൻറ്റിങ്സ് കേട്ടോ, വളരെ ഭംഗിയുള്ള നല്ല പെയിൻറ്റിങ്സ് ആണ്. നല്ല രസമായിരിക്കും കേട്ടോ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഫുൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. ജെൻസിനുണ്ട്, ലേഡീസിനുണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ക്രോക്കറി പോലത്തെ പാത്രങ്ങളുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു പാത്രമൊക്കെ കൊള്ളാം. നോക്കിയാൽ പല്ലി സൈഡിൽ വന്നിരിക്കുന്ന പാത്രം. ഈ ഒരു പാത്രം കേട്ടോ, പല്ലി സൈഡിൽ വന്നിരിക്കുന്നത്. ഇതിന് എത്ര റിംഗറ്റാണ്? ഇത് 56 റിംഗറ്റ് ഈ പല്ലി ഇരിക്കുന്നതിന്. പിന്നെ അതുപോലെ കോഫി മഗ് 71 റിംഗറ്റ്. പിന്നെ ഒരിക്കൽ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതൊരു ബില്ലി എന്നാണ് പറയുന്നത്. വൺസ് ബ്രോക്കൺ കൺസിഡേർഡ് സോൾഡ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ജെൻസിന് വേണ്ടിയിട്ടുള്ള ഷർട്ട് ഉള്ളതല്ലേ. ബാത്തി കുറച്ച് കട്ടിയുണ്ട് കേട്ടോ ഈ തുണി. ഭയങ്കര സിൽക്ക് പോലെയല്ല, നല്ല കട്ടിയുള്ള തുണിയാണ്. നല്ല ഒരുപാട് കളർഫുൾ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല നൈസാണ് കേട്ടോ, ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ സാധനം. ഭയങ്കര നൈസാണ്. ചിലത് കട്ടിയുള്ളതും ഉണ്ട്, പക്ഷെ പ്രിൻറ്റിങ്ങൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. എന്താ ഒരേപോലത്തെ കല്യാണമൊക്കെ വരുവാണെങ്കിൽ കസിൻസിനെല്ലാം കൂടെ ഒരേപോലത്തെ ഷർട്ട് ഇടാം. ഇത് കുറച്ച് കട്ടിയുള്ള തുണിയാട്ടോ. അതേപോലെ ടീഷർട്ടുണ്ട്. ഇത് രസം, വൈറ്റിൽ 2 പോക്കറ്റൊക്കെ വരുന്നു. ഇത് കൊള്ളാം കേട്ടോ. 95 റിംഗറ്റാണ് ഇതിൻ്റെ പ്രൈസ്. ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഇത് നല്ല സാധനം, നല്ല ലുക്കുണ്ട്. 95 റിംഗറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതുണ്ട്, നമുക്ക് ബാത്തിക് പ്രിൻറ്റിങ് നമുക്ക് തന്നെ ചെയ്യാം. ഡു ഇറ്റ് യുവർ സെൽഫ് ബാത്തിക് പ്രിൻറ്റിങ് ഇൻ 30 minutes. ചൂസ് യുവർ ഫേവറേറ്റ് ഡിസൈൻ, ഫിൽ ഇൻ കളേഴ്സ്, പെയിൻറ്റ് സെറ്റ് ഫോർ ട്രൈയിങ് ആൻഡ് ഇറ്റ്സ് യുവർ ചോയ്സ്. 30 റിംഗറ്റിന് നമുക്ക് ഇഷ്ടമുള്ള ബാത്തിക് പ്രിൻറ്റിങ് നമുക്ക് തന്നെ ചെയ്തെടുക്കാം. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ബാത്തിക് പ്രിൻറ്റിങ്. 35 റിംഗറ്റ്. ലാസ്റ്റ് കോൾ 4 PM, 4 മണി 2 വൈകിട്ട്. ഇവിടെ എല്ലാം പലതരം ഡ്രസ്സുകളാണ് ഇവിടെ ഇട്ടേക്കുന്നത്. സ്കേർട്ട്, പിന്നെ ഷാള് പോലത്തെ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടോ. ഇതാണ് ആക്ച്വലി ലങ്കാവിയിലെ ഈഗിൾ സ്ക്വയർ കേട്ടോ. അതായത് മെയിൻ ലങ്കാവിയിലെ ഒരു ഐക്കോണിക് പ്ലേസ് ആണ്, ഒരു ഈഗിളിൻ്റെ സ്കൾപ്ചർ ഉള്ളത്. ബട്ട് ഇതിപ്പോൾ റിനോവേഷൻ കാരണം ക്ലോസ്ഡ് ആണ്. ഇതാണോ ആ ഒരു ഈഗിൾ സ്ക്വയർ, ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ അതിപ്പം റിനോവേഷൻ കാരണം ക്ലോസ് ആക്കിയിട്ടേക്കാണ്. പക്ഷെ ഇത് നല്ലൊരു സ്ഥലമായിരുന്നു.
എന്തായാലും നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. ഇത് ലങ്കാവിലൊരു മഹാ ടവർ എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് ഒരു ഒബ്സർവേറ്ററി ഡെക്ക് എന്ന് പറയാം. ടിക്കറ്റ് എടുത്ത് മേളിൽ കയറിയാൽ നമുക്ക് ലങ്കാവി മൊത്തം കാണാം കേട്ടോ. നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഒബ്സർവേറ്ററി ഡെക്ക്. ഇതിനകത്തുള്ള മേളിൽ കയറി, ഏറ്റവും മേളിൽ കയറി ലങ്കാവി മൊത്തം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മഹാ ടവർ എന്നാണ് എൻ്റെ പേര്. ലങ്കാവിയുടെ സ്ട്രീറ്റിലൂടെ ഞാനിങ്ങനെ നടക്കാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന കുറച്ച് അപ്പുറത്താണ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ 7-Eleven എന്ന് പറഞ്ഞ കടയുണ്ട്. 7-Eleven എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് മാർക്കറ്റ് പോലത്തെ ഷോപ്പാണ്. അവിടെ ഈ കുട്ടി നല്ല ഐറ്റംസ് കിട്ടും. അപ്പോൾ ഏഷ്യൻ കൺട്രീസ് എല്ലായിടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ തായ്ലാൻഡിൽ പോയാലും മലേഷ്യ പോയാലും സിംഗപ്പൂർ പോയാലൊക്കെ 7-Eleven എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഈവൻ സിം വരെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ 7-Eleven പോയിട്ട് എന്തെങ്കിലും കുട്ടി സ്നാക്സും എല്ലാം മേടിക്കാമെന്ന് വെച്ചാൽ സ്നാക്സും ചെറിയ ഡ്രിങ്കും അങ്ങനെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നോക്കട്ടെ 7-Eleven. ഇതാണ് 7-Eleven. ഇതാണ് 7-Eleven കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാം കിട്ടും. ജ്യൂസ്, നൂഡില്, ഈവൻ ബിരിയാണി വരെ കിട്ടും. സിംഗപ്പൂർ ഞാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോയപ്പോൾ ഇവിടെ നിന്ന് ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് പോയ കേട്ടോ. എല്ലാം കിട്ടും. ഈവൻ ബിയർ വരെ കിട്ടുന്നതായിരിക്കും. ക്യാൻഡ് ബിയർ വരെ ഉണ്ട് എനിക്ക്. എൻ്റെ പിന്നെ ചിപ്സ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടും. ആക്ച്വലി എനിക്ക് ഷോപ്പ് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ ടീ കിട്ടും. അതായത് നെസ്കോഫെ കോഫി, പിന്നെ ചെറിയ ഐസ് ടീ അങ്ങനെയുള്ള ഐറ്റംസ് കിട്ടും. അത് മേടിക്കാനായിട്ടാണ് ഞാൻ കൂടുതലും വരാറ്. ഇന്നിപ്പോൾ വന്നത് ജസ്റ്റ് എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാനാണ്. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും മേടിക്കട്ടെ. നല്ല സ്നാക്സൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം ഈ ട്യൂണ, പിന്നെ പ്രോൺസിൻ്റെയൊക്കെ അങ്ങനത്തെ കുറച്ച് അവരുടെ തന്നെ കുറച്ച് സ്നാക്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ടാണ് ഞാൻ വന്നത്. അതാണ്ട ഇത് ഈ സാധനം അടിപൊളി സാധനമാണ് കേട്ടോ. പ്രോൺസിൻ്റെ ആണ്. പ്രോൺ ക്രാക്കർ. ഇതാ ഞാൻ പറഞ്ഞത് പ്രോൺ ക്രാക്കർ. അടിപൊളി സാധനമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുമ്പ് മേടിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരെണ്ണം മേടിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു സിറ്റി ടൂർ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. ഇടയ്ക്ക് കുറച്ച് മഴ ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും പറ്റിയില്ല. നല്ല മഴയായിരുന്നു. എന്തായാലും നല്ല സ്ഥലങ്ങളാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ചു നേരം റൂമിലിരുന്ന് വിശ്രമിച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാം. നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ചൈനീസോ അല്ലെങ്കിൽ മലയ് ഫുഡ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് വെച്ചാൽ എല്ലാ റെസ്റ്റോറൻറ്റും ഇപ്പോൾ ഓപ്പൺ ആയി ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു അടിപൊളി ഡിന്നറൊക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ. ലെറ്റ്സ് ഗോ. ഞങ്ങൾ റൂമിലൊക്കെ പോയൊന്ന് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഡിന്നർ കഴിക്കാൻ വന്നതാണ്. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം ഇവിടെ ഒരു ടിപ്പിക്കൽ മലായി അങ്ങനത്തെ കുറച്ച് ഡിഷസ് കിട്ടുന്ന ഷോപ്പിൽ വന്നതാണ്. ഒരു റെസ്റ്റോറൻറ്റ് വന്നതാണ്. ജസ്റ്റ് ഒന്ന് റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളെല്ലാവരും എന്താ കഴിക്കാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഒരുപാട് ഡിഷസ് പറഞ്ഞു കേട്ടോ. നൂഡിൽസ്, പിന്നെ ഫിഷ് ഗ്രില്ല്, അങ്ങനെ ക്രാബ്, അങ്ങനെ ഒരുപാട് ഡിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം വന്നിട്ട് ജസ്റ്റ് ഡിഷസൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഇതാ വന്നിട്ടുണ്ട്. നൂഡിൽ പറഞ്ഞു, പിന്നെ ചിക്കൻ്റെ ഒരു ഡിഷ് പറഞ്ഞു, പിന്നെ ടോം യം സൂപ്പ്. ദിസ് ഇസ് വെരി ഫേമസ് സൂപ്പ് ഇൻ എന്താ പറയുക, ഒരു തായ്ലാൻഡിലൊക്കെ ഉള്ള ഒരു സൂപ്പാണ്. ദിസ് ഇസ് ടോം യം. ഇത് സീ ഫുഡാണ്. നമുക്കിതിനകത്ത് സ്ക്വിഡ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, പിന്നെ ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു, ക്രാബ് പറഞ്ഞു. ഇത് നല്ല സൂപ്പാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി സൂപ്പാണ്. ഇതിനകത്ത് എല്ലാ സീ ഫുഡും വരുന്നുണ്ട്. ക്രാബ് വരുന്നുണ്ട്, സ്ക്വിഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ക്രാബ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി ഡിന്നർ കഴിക്കാം കേട്ടോ. ഇത് ആക്ച്വലി ക്രാബ് ഫ്രൈ ആണ് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. This one, rice, you can go with this chili. Okay? You mix with the rice. It's good. അടിപൊളി ഫുഡാട്ടോ. ഒരു രക്ഷയില്ല. ക്രാബ് ഫ്രൈക്ക് അടിപൊളിയാണ്. ക്രാബ്, പിന്നെ ഇതാ നല്ല ചൂട് കലമാരി ഫ്രൈ, പിന്നെ ഫിഷ് ഗ്രില്ലുണ്ട്, ടോമിയുമുണ്ട്, ചിക്കൻ്റെ ഒരു ഡിഷുണ്ട്. ഇതെന്താണല്ലോ ചിക്കൻ, ബ്ലാക്ക് പെപ്പർ ചിക്കൻ, പിന്നെ നൂഡിലുണ്ട്, ഫ്രൈഡ് റൈസിലുണ്ട്, പിന്നെ ലച്ചൂസിൻ്റെ ഒരു സാലഡും ഉണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു അടിപൊളി ഡിന്നർ ഒക്കെ നമ്മളൊരു മലായി ഡിഷസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാവ്കം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് ട്രാവ്കം. Bye.